നമ്മൾ വീണ്ടും വന്നിട്ട് പുതിയൊരു വീഡിയോ കേസ്. അപ്പോൾ നമ്മൾ ഫൈനലി വീണ്ടും വന്നിരിക്കുന്ന ഒരു ഫുൾ വീഡിയോ എല്ലാവരും മാക്സിമം വരുന്നു. കാരണം 33 സബ്സ്. ഓക്കെ, സബ്സ്ക്രൈബേഴ്സ് 33 ആയിട്ടുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മളെ 50 സബ്സ്ക്രൈബേഴ്സ് ആക്കി എത്തിക്കണം. പിന്നെ നമുക്ക് ലൈവൊക്കെ ഇടാൻ സെറ്റാക്കാം. അതിൻ്റെ കൂട്ടത്തിൽ വീഡിയോ ഇടുന്നുണ്ട്. ഓക്കെ, നമുക്ക് ക്രാഫ്റ്റ് ലാൻഡ് തന്നെ കളിക്കാം. ഉറങ്ങിയാൽ എനിക്ക് ക്രാഫ്റ്റ് ലാൻഡ് കളിക്കാൻ സെറ്റടാ. Free Fire India is set in a virtual world, and it's not based on the real world. Don't worry if you're eliminated. Respawn awaits. നീ എങ്ങനെ അടിക്കും? നീ എങ്ങനെ അടിക്കും? ഇവരെന്തുവാണ് എൻ്റെ പുറകെ നടക്കുന്നത്? ഇവിടെ എന്തുവാടാ MP40 എത്തിപ്പിടിക്കുന്നേ? കഴിഞ്ഞ ഒരു ക്രാഫ്റ്റ് ലാൻഡിൻ്റെ വീഡിയോ അതിലും ഇതൂട്ടത്തെ ഒരു മൊണ്ണയാവുന്നേ MP40 കൊണ്ട് പിടിക്കുന്നത്. എടാ എന്തുവാടാ അവിടെ നിനക്കൊക്കെ എന്തിനാണ് ഇങ്ങനെ കാണിച്ചത്? അവിടെ എന്തുവാണ് ഇങ്ങനെ കാണിച്ചിട്ടുന്നേ? ഇത് ചെമ്മയ്ക്കാണ് കളിയല്ല. എടാ പിടിക്കല്ലടാ. ഭയങ്കര അണ്ണാച്ചിനെ പഠിച്ച് മലത്താൻ സമയായി. അണ്ണ വലിയ കാര്യത്തിൽ ലോലിങ്ങോട്ട് പേടുന്നു. പിടിക്കാൻ നീങ്ങുണ്ടെങ്കിൽ എടാ എന്തുവാടെ എന്നാലാകടെ ഇത്? Okay.
ഇവിടെ പുറകെ നങ്ങാനും പിടിക്കാം. ഇവിടാണ് ബ്രോ. എടാ എന്തുവാടാ എല്ലാം കുട്ടിയാണ്. എനിക്ക് MP40 എടുക്കാനില്ല. എടാ എന്തുവാടാ ഞാനൊന്ന് MP40 എടുക്കും. ഇങ്ങനെയുള്ള ഈ MP40 എടാ ഉമ്മാർക്കൊക്കെ പകുതി കളി MP40 കൊണ്ട് കൂട്ടുപിടിച്ചു. പകുതി കളിയും കൂട്ടുപിടിച്ചിട്ട് എന്തുവാടാ ഞാൻ അടിക്കുന്ന ഒന്നും കേൾക്കുന്നില്ല. കണ്ടോ MP40 വെച്ച് ഫുള്ളാണ്. എടാ ലാഗ് അടിക്കുന്നു. പുറകിലൊന്നാണ് എടാ എന്തോ പിടിച്ചു പോയി. ലാഗ് അടിക്കുന്നതാ. എന്തോ ലാഗാ ഭയങ്കര ലാഗ്. ഫ്രീ ഫയർ മാച്ച് ഡിലീറ്റ് ചെയ്യാം. നോർമൽ ഫ്രീ ഫയർ വരണ്ട, അതാണല്ലേ ലാഗ് ഇല്ലേ. അപ്പം എല്ലാവരും ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ വെൽക്കം ടു ഗെയിമിംഗ് വീഡിയോ. എത്ര മനോഹരമായ വീട്, എന്റെ രണ്ട് കാറുകൾ. സ്വന്തങ്ങൾ മാത്രം
മറ്റേ പൂങ്കാവന ചോര നീരാക്കി പണ്ട് നിർത്തി പഠിച്ചു നല്ല രീതിക്ക് എനിക്ക് ലാഗുണ്ട്. കണ്ടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ശരിക്കും ഓക്കെ ഓക്കെ ഓക്കെ. ഓ വീണ്ടും ആ കൊത്തുപിടിയാണ്. എടാ എന്താ എല്ലാ സർട്ടിഫിക്കറ്റ് ഇല്ലെന്നുണ്ടാവും പിടിച്ചേനെ. ഈ കളി എന്തായിരുന്നു കഴിഞ്ഞു ആ മോനുണ്ട്. എന്താ കുറ്റിപ്പിടിയോടോ? പിന്നെ അവിടെ ഇത് തന്നെ ഇതാ പുതിയ ഓൾറോയിലൊക്കെ സീനാണ്. നല്ല രസമുണ്ടാവും കാണാൻ. എനിക്ക് ഇതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇത് മുടിയാണ്. നിങ്ങളെ ഡീമൺ സ്ലെയർ കാണുകയാണെങ്കിൽ അറിയാം. യുറിറ്റിൻ്റെ മുടി കൂട്ട് വന്നു. അതെ കളറൊക്കെ മുടിയൊക്കെ മുന്നോട്ടിട്ട് വരുന്നില്ല, അതൊക്കെ കറക്റ്റ് അത് കൂട്ട് തന്നെ. അതെനിക്ക് ഇഷ്ടപ്പെട്ടെ. കറക്റ്റ് യുറിറ്റിൻ്റെ മുടി കൂട്ട് തന്നെ. ഈ വണ്ടിയിൽ എനിക്ക് എടുക്കണം. പിന്നെ ഈ ഗ്ലൂവാൾക്കിന് ഇത് ഞാൻ ഇതുവരെ പാൻറ് ഇട്ടിട്ടില്ല. പാൻറ് ഇതുവരെയായിട്ട് എനിക്ക് കിട്ടി. പിന്നെ വെപ്പൺ ട്രോളി അത് നൈസായിട്ട് അങ്ങ് എടുത്തോളൂ. അത് കുറച്ചൊക്കെ അതൊക്കെ നോക്കി. അല്ല തന്നെ കുഴപ്പമില്ല. എനിക്ക് മാഗിൻ്റെ സ്കിന്നൊക്കെ ഉണ്ട്. പിന്നെ ഈ പരാങ്കിൻ്റെ സ്കിന്നൊക്കെ എനിക്ക് കിട്ടി കേട്ടോ. പരാങ്കിൻ്റെ സ്കിന്നൊക്കെ കിട്ടി. 600 കിലോമീറ്റർ പോകുന്ന ആദ്യത്തില് എനിക്ക് ഇത് കിട്ടും. ഈ ടോക്കൺ യൂണിവേഴ്സൽ റിംഗ് ഇവൻറ്റിൻ്റെ വൗച്ചർ അത് കഴിഞ്ഞ് ഈ എഡബ്ലിൻ സ്കിൻ ഡബിൾ റീലോഡ് സ്പീഡ് ഒക്കെ മൂവ്മെൻറ്റ് സ്പീഡ് സിംഗിൾ മാഗസീൻ മൈനസ് ആക്രസി റേറ്റ് ഓഫ് ഫയർ റേഞ്ചും ഡാമേജും ഫുള്ളാണ് കേട്ടോ. റേഞ്ചും ഡാമേജും ഫുള്ളാണ്. അതായത് ഇതിൽ ചിലപ്പോൾ റേഞ്ചും ഡാമേജും നല്ല രീതിക്ക് കിട്ടുമായിരിക്കും. റേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ലോങ് റേഞ്ചില്ലേ നല്ല രീതിക്ക് ലോങ് പോകുമെന്നായിരിക്കും. നല്ല രീതിക്ക് ലോങ് പോകും. ഡാമേജ് നല്ല രീതിക്ക് കയറും. സാധാ സ്കിന്ന് കിട്ടില്ല. എനിക്കെന്തായാലും കിട്ടിയോ? എനിക്ക് കിട്ടും. ഏകദേശം 3 ദിവസം കൊണ്ടെങ്ങാണ്ട ഞാൻ ഈ പാരാങ്കിൻ്റെ സ്കിൻ എടുത്ത്. അപ്പോൾ എനിക്ക് വേണമെന്നുണ്ട് ഇനി എന്താ ഇതെടുക്കാൻ പറ്റുമെന്നോ? അവിടെ എനിക്കില്ല. അത് കിട്ടിയിട്ട് വേണം മറ്റേ ഇത് സ്കിൻ ചെയ്യാൻ. ഏതാ പുഷ്പൈവൻ്റെ അതെനിക്ക് സ്കിൻ ചെയ്യണം. ആ പുഷ്പൈവൻ എനിക്ക് സ്കിൻ ചെയ്യണം. അവിടെ ലക്കിലങ്ങാണ് ഈ ബണ്ടിലടിക്കാൻ എൻ്റെ മോനെ. അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് അധികമായിട്ടൊന്നുമില്ല. എനിക്ക് ഇതിൻ്റെ ഒരു ജസ്റ്റ് ഈ ഗ്ലൂ ആള് അല്ലെന്നുണ്ടെങ്കിൽ ഒരു 10 ടോക്കണെങ്കിലും വേണം. എടാ നേരത്തെ ഇവൻ്റില്ലെങ്ങാനും സേവ് ചെയ്ത് വെച്ചാനെന്നുണ്ടെങ്കിലേ എനിക്കിപ്പോൾ തന്നെ ഈ നെയിം ചേഞ്ചിങ് കാർഡ് വാങ്ങിക്കാൻ നെയിം ചേഞ്ച് ചെയ്യണം. ഇതെന്ത് ഇത് കൊള്ളത്തില്ല. ഓക്കെ വാ
എല്ലാവരും ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. 17 സബ്സ്ക്രൈബേഴ്സ് കൂടെ മതി. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും പ്ലീസ്. നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂട്ടി. എനിക്ക് തന്നെ അറിയത്തില്ല എത്ര വർഷമായി ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ആ ടൈമിലൊന്നും എനിക്ക് എത്തിയ സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടി തന്നെ. ഇടയ്ക്ക് ഞാൻ യൂറിസിൻ്റെ ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിൽ നിന്നാണ് എനിക്ക് 11 സബ്സ്ക്രൈബേഴ്സ് കയറിയിട്ടുള്ളത്. അത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയത്. 900 സംതിങ് വ്യൂസ് ഉണ്ട്. പിന്നെ 32 ലൈക്സ് എങ്ങാണ്ടുണ്ട് ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ കൺട്രീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും അത് 49 ജപ്പാനാണ്. ഇന്ത്യ അങ്ങനെയില്ല. പക്ഷേ മൊത്തം എല്ലാ വീഡിയോയും കൂടെ നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയാണ്. 79 ഉണ്ടായിരുന്നു ഇന്ത്യ, അത് 49ആയി. പകുതിയും ജാപ്പനീസായി ഇപ്പോൾ. ഞാൻ ഇടയ്ക്ക് വെച്ച് ഇത് ഈ ഫ്രീ ഫയറിൻ്റെ ഈ ഷോർട്സ് ആയിരുന്നു ഇടുന്നത്. അത് മാറ്റി ഇപ്പോൾ DMSLAYറിൻ്റെ ഇടുന്നത്. അതുകൊണ്ട് ഇന്ത്യയിലെ കുറഞ്ഞ് ജാപ്പനീസ് ഇത്തിരി കൂടിയിട്ടുണ്ട്. അതൊരു സീനൊന്നുമില്ല. ഓക്കെ, അടുത്തൊരു വീഡിയോ നിൽക്കും. എല്ലാവർക്കും ബൈ. ഓക്കെ, ടേക്ക് കെയർ.